ഓക്കെ, അതായത് നമ്മൾ എന്തായിരുന്നു പേജിങ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഇറ്റ്സ് എ മെമ്മറി മാനേജ്മെന്റ് സ്കീമാണ്. കണ്ടിഗ്വസ് ആണോ നോൺ കണ്ടിഗ്വസ് ആണോ? ഏതിന്റെ കീഴിൽ വരുന്നതാണ് പേജിങ്? നോൺ കണ്ടിഗ്വസ് മെമ്മറി അലോക്കേഷന്റെ കീഴിൽ വരുന്നതാണ് എന്തെന്ന് പറയാം, നമ്മുടെ പേജിങ് എന്ന് പറയുന്നത്. ഇത് മെമ്മറി മാനേജ്മെന്റ് സ്കീമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ലോജിക്കൽ മെമ്മറി ഉണ്ട്, ഫിസിക്കൽ മെമ്മറി ഉണ്ട്. ലോജിക്കൽ മെമ്മറിനെ നമ്മൾ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഫിക്സ്ഡ് സൈസ് ആയിട്ടുള്ള പേജസ് ആയിട്ടും ഫിസിക്കൽ മെമ്മറിനെ ഫിക്സ്ഡ് സൈസ്ഡ് ആയിട്ടുള്ള ഫ്രെയിംസ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്തേക്കാം. എന്നിട്ട് എന്താ, ലോജിക്കൽ മെമ്മറിയിലുള്ള പേജസിനെ നമ്മൾ കറസ്പോണ്ടിങ് ഫിസിക്കൽ മെമ്മറിയിലുള്ള ഏതെങ്കിലും ഒരു ഫ്രെയിമിലോട്ട് നമ്മൾ ലോഡ് ചെയ്യുന്ന സമയത്ത് ആ എൻട്രി എവിടെ നമ്മൾ വെക്കും? പേജ് ടേബിളിനകത്ത് ആ എൻട്രി ഉണ്ടാവും. ഓക്കെ, പേജ് ടേബിൾ എന്ന് പറഞ്ഞ ഒരു മെമ്മറി സ്ട്രക്ചർ ആണ്. അതിന്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പേജ് നമ്പർ ആയിരിക്കും. അതിന്റെ ഉള്ളിലുള്ള എൻട്രി എന്ന് പറയുന്നത് എന്തായിരിക്കും? കറസ്പോണ്ടിങ് ഫ്രെയിം നമ്പർ. ആ പേജ് ഏത് ഫ്രെയിമിലാണ് ലോഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഫ്രെയിം നമ്പർ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു അഡ്രസ്, ഈ പറ്റും ലോജിക്കൽ അഡ്രസ് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാം. ലോജിക്കൽ അഡ്രസ് പേജ് നമ്പറും ഓഫ്സെറ്റും ആയിരിക്കും. ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ പേജ് നമ്പർ ഫിസിക്കൽ ഫ്രെയിം കിട്ടാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യാം? കണ്ടുപിടിക്കുന്നതായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ എന്താ പറഞ്ഞ, ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബൈ പേജിങ് എന്ന് പറയുന്ന മെമ്മറി മാനേജ്മെന്റ് സ്കീം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഫിസിക്കൽ അഡ്രസ്സിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ 13 എന്ന് പറയുന്ന ലോജിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ് എത്രയായിരിക്കും? 9 ആയിരിക്കും. ഓക്കെ, അതായത് 13 എന്ന് പറയുന്ന പേജ് ഏതാണ്? തേർഡ് പേജ് ആണ്. 0th ഫസ്റ്റ് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. പേജ് 0, പേജ് 1, പേജ് 2, പേജ് 3. പേജ് 3 എന്ന് പറയുന്നത് ഏത് ഫ്രെയിമിലാണ്? സെക്കൻഡ് ഫ്രെയിമിലാണ്. അപ്പൊ 2 ഇൻറ്റു പേജിന്റെ സൈസ് എത്രയാണ്? 4 ആണ്. അപ്പൊ 2 ഇൻറ്റു 4 8 പ്ലസ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 1. അങ്ങനെ 8 പ്ലസ് 1 9 എന്തുണ്ടാവുക? 13 എന്ന് പറയുന്ന ലോജിക്കൽ അഡ്രസ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ് 9 ആയിരിക്കും. അപ്പൊ 13 കണ്ടന്റ് എവിടെയായിരിക്കും? 9 ഫിസിക്കൽ മെമ്മറി 9 ഓക്കെ, അങ്ങനെയാണ് നമ്മൾ, അത് ഓക്കെ ആണല്ലോ, എല്ലാവർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ അല്ലെ? ഇങ്ങനെയാണ് നമ്മൾ ലോജിക്കൽ അഡ്രസ്സിൽ നിന്ന് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വൈ പേജ് സൈസ് ഈസ് ഓൾവേസ് എ പവർ ഓഫ് 2? ഈ പേജിന്റെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? 2ന്റെ പവർ ആയിരിക്കും. കാരണം എന്താ? നമ്മൾ പറഞ്ഞായിരുന്നു ഇതിന്റെ മേലിൽ നമ്മൾ ഇത് പറഞ്ഞോർക്കുന്നുണ്ടോ? ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് 2m ആണെങ്കിൽ m ബിറ്റ്സ് ആയിരിക്കും നമ്മുടെ ലോജിക്കൽ അഡ്രസ്സിനകത്ത് ഉണ്ടാവുക. ഓക്കെ, m ബിറ്റ്സ് ആയിരിക്കും ലോജിക്കൽ അഡ്രസ്സിനകത്ത് ഉണ്ടാവുക. n ആണ് നമ്മുടെ 2n ആണ് നമ്മുടെ പേജിന്റെ സൈസ്. അതുകൊണ്ട് n ബിറ്റ്സ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ n ബിറ്റ് നമുക്ക് പേജിന് വേണ്ടിയിട്ട് പേജിന്റെ ഓഫ്സെറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പേജിന്റെ സൈസ് എത്രയായിരിക്കും? 2n ആയിരിക്കും. 2ന്റെ പവർ ആയിരിക്കണല്ലോ അല്ലേ? നമുക്കറിയാം ബിറ്റ് എന്ന് പറയുന്നത് ഇപ്പൊ 2 ബിറ്റ് വെച്ചിട്ട് നമുക്ക് എത്ര കോമ്പിനേഷന് പറ്റാം? 2 4 കോമ്പിനേഷൻ. 3 ബിറ്റ് വെച്ചിട്ട് 8 അല്ലെ? അതുപോലെ 4 ബിറ്റ് വെച്ചിട്ട് 16, 5 ബിറ്റ് വെച്ചിട്ട് 32, അങ്ങനെ 2ന്റെ പവർ ആയിട്ടല്ലേ വരുന്നേ. അതുകൊണ്ട് പേജിന്റെ സൈസ് എന്ന് പറയുന്നത് എപ്പോഴും 2ന്റെ പവർ ആയിരിക്കും. കാരണം n ബിറ്റ്സ് യൂസ്ഡ് ഫോർ നമ്മുടെ പേജിന്റെ ഓഫ്സെറ്റിന് വേണ്ടിയിട്ട്. m ബിറ്റ് എന്ന് പറയുന്ന ലോജിക്കൽ അഡ്രസ്. അപ്പൊ m മൈനസ് n ബിറ്റ് എന്ന് പറയുന്ന പേജിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. Consider a logical address space of 64 pages of 1024 words each mapped onto a physical memory of 64 frames. Then how many bits are required for logical address and how many bits are required for physical address? എത്രയായിരിക്കും? Logical address space of 64 pages of 1024 words each. ഓക്കെ, അതായത് ഒരു പേജിന്റെ സൈസ് എന്ന് പറയുന്നത് എത്രയാ? ഒരു പേജിനകത്ത് എന്തോരം വേർഡ്സ് ആണ് കൊള്ളുക? 1024 വേർഡ്സ് ആണ് കൊള്ളുക. ഓക്കെ, അപ്പൊ ഒരു പേജിന്റെ ഓഫ്സെറ്റ്, പേജിന്റെ സൈസിനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഓഫ്സെറ്റ് പറയാം. 2n ആണ് പേജിന്റെ സൈസ് എങ്കിൽ n ബിറ്റ്സ് വേണം അല്ലെ? അങ്ങനെയാണെങ്കിൽ എത്ര ബിറ്റ് വേണം നമുക്ക് ഓഫ്സെറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? യെസ്, 10 ബിറ്റ്സ് വേണം. ഓക്കെ, കാരണം 1024 വേർഡ്സ് ഉണ്ട്. ഈ 1024 വേർഡ്സിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ 210 ദാറ്റ് ഈസ് ഇക്വൽ ടു 1024. അതായത് 10 ബിറ്റ്സ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് വേണം? ഒരു പേജിന്റെ ഓഫ്സെറ്റിന് വേണ്ടിയിട്ട് 10 ബിറ്റ്സ് വേണം. ഓക്കെ, ഇനി ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് എത്ര പേജസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്? 64 പേജസ് ഉണ്ട്. 64 പേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിക്കൽ മെമ്മറിയിൽ 64 ഫ്രെയിംസും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്ര ബിറ്റ്സ് വേണം നമ്മുടെ ലോജിക്കൽ അഡ്രസ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? എത്ര ബിറ്റ് പേജിന് വേണ്ടിയിട്ട് എത്ര ബിറ്റ് വേണം?
അതെ 64 പേജസ് ഉണ്ട്. ഈ 64 പേജിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ 2⁶6 ദാറ്റ് ഈസ് ഈക്വൽ ടു 64. ഓക്കെ, അപ്പൊ 6 ബിറ്റ് നമുക്ക് എന്തിനു വേണ്ടിയിട്ട് വേണം? പേജസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം 64 പേജസ് ഉണ്ടല്ലോ. ഈ 64 പേജിനെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നമുക്ക് മിനിമം 6 ബിറ്റ് വെച്ചിട്ടേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ 6 ബിറ്റ് എന്തിനു വേണ്ടിയിട്ട് വേണം? പേജിന്റെ നമ്പറിന് വേണ്ടിയിട്ട് വേണം. പിന്നെ 10 ബിറ്റ് എന്തിനു വേണ്ടിയിട്ട് വേണം? ഒരു പേജിന്റെ ഓഫ്സെറ്റിന് വേണ്ടിയിട്ടാണ്. അത് രണ്ടും കൂടെ കൂടുന്നതല്ലേ നമ്മുടെ ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്, അല്ലേ? പേജ് നമ്പർ പ്ലസ് ഓഫ്സെറ്റ് അല്ലേ നമ്മുടെ ലോജിക്കൽ അഡ്രസ്. അപ്പൊ ടോട്ടൽ എത്ര വരും? 6 പ്ലസ് 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 ഫോർ ലോജിക്കൽ അഡ്രസ്. ഈ വാട്ട് അബൌട്ട് ദി ഫിസിക്കൽ അഡ്രസ്? ഫിസിക്കൽ അഡ്രസ്സിനോ എത്ര ബിറ്റ് വേണം? ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ എന്താ? ഫ്രെയിം ആണ്. പേജ് എത്ര ഫ്രെയിമിനെ വേണം അത്ര ഫ്രെയിമിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ബിറ്റ് വേണം, പ്ലസ് ഓഫ്സെറ്റ് വേണം. ഓഫ്സെറ്റിന് സെയിം ആയിരിക്കുമല്ലോ, കാരണം നമ്മൾക്കറിയാം പേജിന്റെ സൈസും ഫ്രെയിമിന്റെ സൈസും സെയിം ആണ്. അതായത് 1024 വേർഡ്സ് ആണ് പേജിനുള്ളതെങ്കിൽ ഫ്രെയിമിനും അത് തന്നെയായിരിക്കും ഉണ്ടാവുക. ഇനി ലോജിക്കൽ അഡ്രസ് സ്പേസിനകത്തുള്ള പേജസിന്റെ എണ്ണവും ഫ്രെയിംസിന്റെ എണ്ണവും ഡിഫറെന്റ് ആവാം. ഓക്കെ, ഇവിടെ പക്ഷെ എന്താണ്? രണ്ടും സെയിം ആണ്. അതായത് ലോജിക്കൽ മെമ്മറിയിൽ 64 പേജസ് ഉണ്ട്, ഫിസിക്കൽ മെമ്മറിയിൽ 64 ഫ്രെയിംസും ഉണ്ട്. അപ്പൊ ഫിസിക്കൽ അഡ്രസ്സിന്റെ സൈസ് എത്രയായിരിക്കും? ഫിസിക്കൽ അഡ്രസ്സിന് വേണ്ടിയിട്ട് എത്ര ബിറ്റ്സ് വേണ്ടി വരും? 16 തന്നെ വേണ്ടി വരും. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? ലോജിക്കൽ മെമ്മറി 64 പേജസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁶6 പേജസ് ഉണ്ട്. ഓക്കെ, ഇനി പേജ് സൈസ് 2⁶6 കഴിഞ്ഞിട്ടുള്ള പേജ് സൈസ് നെക്സ്റ്റ് ലൈനിലാണ് കേട്ടോ. പേജ് സൈസ് ഓഫ് ഈച്ച് വേർഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1024 ഈക്വൽ ടു 2⁻10. ഹെൻസ് ടോട്ടൽ ലോജിക്കൽ മെമ്മറി എന്ന് പറഞ്ഞാൽ 2⁶6 into 2⁻10 ദാറ്റ് ഈസ് ഈക്വൽ ടു 6 plus 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 2⁻16. ഓക്കെ, അതുപോലെ തന്നെയാണ് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ പേജിങ് എന്ന് പറയുന്നത് മെമ്മറി മാനേജ്മെന്റ് സ്കീമിനകത്ത് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. മെയിൻ ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന പേജിങ് ഹാർഡ്വെയർ ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ ലോജിക്കൽ അഡ്രസ് തന്നിട്ട് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇപ്പൊ ഈ എക്സാമ്പിൾ കാണാലോ അല്ലെ? ഈ എക്സാമ്പിളിനകത്ത് ചിലപ്പോൾ അവർ ചോദിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ലോജിക്കൽ അഡ്രസ് 2,6. ലോജിക്കൽ അഡ്രസ് 2,6ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ലോജിക്കൽ അഡ്രസ് ആയിട്ടെ നമുക്ക് ക്വസ്റ്റിനകത്ത് തരുന്നത് 2,6 എന്നായിരിക്കും. അപ്പൊ 2 എന്താ റെപ്രസെന്റ് ചെയ്യാ? ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? പേജ് നമ്പറും ഓഫ്സെറ്റും ആണല്ലോ, അല്ലേ? 2,6 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ് ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇപ്പൊ നമ്മൾ ഇവിടെ ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്ന 1 2 3 4 5 6 7 8 9 10 എന്ന് പറയാം. പക്ഷെ നമുക്ക് ചിലപ്പോൾ തരുന്ന അഡ്രസ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. പേജ് നമ്പർ കോമ ഓഫ്സെറ്റ് എന്ന് തരും. എന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ഇപ്പോഴത്തെ ഫിസിക്കൽ അഡ്രസ് ഉണ്ടല്ലോ 12 13 14 15 16 28 അങ്ങനെ വരില്ലേ, അത് കണ്ടുപിടിക്കാൻ നമ്മളോട് പറയും. അപ്പൊ ചിലപ്പോൾ തരുന്നത് ഇങ്ങനെയായിരിക്കും 2,6 എന്നായിരിക്കും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അത് പേജ് നമ്പർ കോമ ഓഫ്സെറ്റ് ആണ്. ഓക്കെ, അതിന് ഫിസിക്കൽ അഡ്രസ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? 2,6നകത്ത് വേറെ ആർക്കും ഒന്നും പറയാനില്ല. സുജിൻ, നിങ്ങൾ രണ്ടുപേരാണ് കൺഫ്യൂഷനായി. അങ്ങനെ ഒരു അഡ്രസ് ഉണ്ടോ അതിന്? കൺഫ്യൂഷൻ ആയാലും കുഴപ്പമില്ല, നിങ്ങൾ പറഞ്ഞോ എന്ന് ഞാൻ പറഞ്ഞത്. നമുക്ക് അങ്ങനെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമ്മൾ പറയണം ഇൻവാലിഡ് ലോജിക് അഡ്രസ് എന്ന് പറയണം. വാലിഡ് ആണോ അത്? കാരണം 2ല് ഒരു പേജിനകത്ത് ആകെ 4 വാല്യൂസേ വരുള്ളൂ. അതായത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് 0 മുതൽ 3 വരെ വരുള്ളൂ. അപ്പൊ അവിടെ ഓഫ്സെറ്റ് 5 6 എന്നൊക്കെ പറഞ്ഞാൽ വാലിഡ് ആയിരിക്കുമോ? അതല്ലേ ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആണെങ്കിൽ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റിനകത്ത് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇൻവാലിഡ് ആയിട്ടുള്ള ലോജിക്കൽ അഡ്രസ് നമ്മുടെ ക്വസ്റ്റിനകത്ത് തരും. എന്നിട്ട് കറസ്പോണ്ടിങ് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമ്മൾ ഇൻവാലിഡ് ആണോ വാലിഡ് ആണോ എന്ന് നോക്കണം. വാലിഡ് ആണെങ്കിൽ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക, ഇൻവാലിഡ് ആണെങ്കിൽ ഇൻവാലിഡ് ആണെന്ന് പറയാം. ഇനി നമ്മൾ നോൺ കണ്ടിഗ്വസ് മെമ്മറി മാനേജ്മെന്റ് സ്കീമിനകത്ത് നമ്മൾ പേജിംഗ് ആണ് ഫസ്റ്റില് പറഞ്ഞത്. പേജിങ്ങിനകത്ത് നമ്മുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ലോജിക്കൽ മെമ്മറിനെ പേജസ് ആയിട്ടും ഫിസിക്കൽ മെമ്മറിനെ ഫ്രെയിംസ് ആയിട്ടും നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇവിടുത്തെ ഡിസഡ്വാൻറ്റേജ് എന്തായിരുന്നു? പേജിങ്ങിനകത്ത് ഉണ്ടാവുന്ന ഡിസഡ്വാൻറ്റേജ് എന്തായിരിക്കാം? ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവോ? എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവോ? ഇല്ല. കാരണം എന്താ? നമ്മൾ ലോജിക്കൽ മെമ്മറിയിലുള്ള ഒരു പേജിനെയാണ് ഫിസിക്കൽ മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ലോഡ് ചെയ്യുന്നത്. ലോജിക്കൽ മെമ്മറിയിലുള്ള പേജിന്റെ സൈസും ഫിസിക്കൽ മെമ്മറിയിലുള്ള ഫ്രെയിമിന്റെ സൈസും സെയിം ആയതുകൊണ്ട് ഒരിക്കലും ഒരു ബ്ലോക്കിന്റെ ഉള്ളിൽ ഫ്രീ സ്പേസ് വരത്തില്ല. ഓക്കെ, അതുകൊണ്ട് അവിടെ ഇന്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടാവത്തേ ഇല്ല. ബട്ട് എന്ത് വരും? എക്സ്റ്റേണൽ
ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഒരു പേജസിനകത്ത് ചിലപ്പോൾ നമുക്ക് ചില ഫ്രെയിമുകൾ എന്താണ് ഫ്രീ ആയിട്ട് കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എന്തെന്ന് പറയാം, എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയാം. അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, പക്ഷെ ഇന്റർണൽ ഫ്രാഗ്മെന്റേഷൻ ഉണ്ടാവത്തില്ല. ഇനി നെക്സ്റ്റ് ഒരു അടുത്ത മെമ്മറി മാനേജ്മെന്റ് സ്കീം എന്ന് പറയുന്നതാണ് സെഗ്മെന്റേഷൻ. ഓക്കെ, സെഗ്മെന്റേഷൻ. ഓക്കെ, സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മുടെ ലോജിക്കൽ മെമ്മറിനെ, മറ്റടുത്ത് പേജിങ്ങിനകത്ത് നമ്മൾ ലോജിക്കൽ മെമ്മറിനെ ഫിക്സഡ് സൈസ്ഡ് ആയിട്ടുള്ള പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതേസമയം സെഗ്മെന്റേഷനകത്ത് നമ്മൾ വേരിയബിൾ സൈസ്ഡ് ആയിട്ടുള്ള സെഗ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അതായത് നമ്മുടെ ഒരു പ്രോഗ്രാമിനെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിനെ പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ ഓരോ സെഗ്മെന്റിന്റെ സൈസ് എന്ന് പറയുന്നതും എങ്ങനെയായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, മറ്റേ പേജിങ്ങിനകത്ത് നമ്മൾ പറഞ്ഞു ഓരോ പേജസിന്റെയും സൈസ് എന്ന് പറയുന്നത് എന്താണ്, സെയിം ആണ്. ഫിക്സഡ് സൈസ്ഡ് ആയിട്ടുള്ള പേജസ് ആണ്, ഫിക്സഡ് സൈസ്ഡ് ആയിട്ടുള്ള ഫ്രെയിം ആണ്. ഫ്രെയിമിന്റെ സൈസ് സെയിം ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇവിടെ എന്ന് പറയുന്നത് ലോജിക്കൽ മെമ്മറിനെ നമ്മൾ പല പല സെഗ്മെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യും. ഈ സെഗ്മെന്റിന്റെ സൈസ് എന്ന് പറയുന്നത് വേരിയിങ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ആ ഓരോ സെഗ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യും, ഫിസിക്കൽ മെമ്മറിയിലോട്ട് കൊണ്ടുവന്ന് ലോഡ് ചെയ്യും. ഇങ്ങനെ ലോഡ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. എക്സ്റ്റേണൽ ഫ്രാഗ്മെന്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ മറ്റടുത്ത് പറഞ്ഞ ലോജിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് എന്തിന്റെയൊക്കെ കോമ്പിനേഷൻ ആയിരുന്നു പേജിങ്ങിനകത്ത്, പേജ് നമ്പർ പ്ലസ് ഓഫ്സെറ്റ് അല്ലെ. ഇവിടെ നമ്മൾ പറയുന്ന സെഗ്മെന്റ് നമ്പർ പ്ലസ് ഓഫ്സെറ്റ് എന്നാണ്. അതായത് ഇപ്പൊ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രോഗ്രാമിന് നമ്മളെ പ്രോഗ്രാം ഈസ് ബേസിക്കലി കളക്ഷൻ ഓഫ് സെഗ്മെന്റ്സ്. അതായത് മെയിൻ പ്രോഗ്രാം, ഒരു പ്രോഗ്രാം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു മെയിൻ പ്രോഗ്രാം കാണും, ഒരു പ്രൊസീജിയർ കാണും, ഫംഗ്ഷൻ കാണും, മെത്തേഡ്സ് കാണും, ലോക്കൽ വേരിയബിൾസ്, ഗ്ലോബൽ വേരിയബിൾസ് കാണും, സ്റ്റാക്കിന്റെ കാണും, അറേസ് കാണും അല്ലെ. അങ്ങനെ പല പല മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ പല പല സെഗ്മെന്റുകളായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയായിരിക്കും നമ്മുടെ ലോജിക്കൽ മെമ്മറി ഉണ്ടാവുക. അതായത് ഒരു മെയിൻ പ്രോഗ്രാം, ഒരു സ്റ്റാക്ക്, സബ് റൂട്ടീൻസ്, SQRT എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, സിമ്പിൾ ടേബിൾ. ഇവിടെ ഈ ഞാൻ ലോജിക്കൽ മെമ്മറിനെ 5 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഓരോ സെഗ്മെന്റിന്റെ പേരാണ് എന്ത്, മെയിൻ പ്രോഗ്രാം എന്ന ഒരു സെഗ്മെന്റിന്റെ പേര്, മറ്റതിന്റെ പേര് സിമ്പിൾ ടേബിൾ, മറ്റതിന്റെ പേര് സ്റ്റാക്ക്, സബ് റൂട്ടീൻ, SQRT. ഇത് ഓരോ സെഗ്മെന്റ്സിന്റെയും പേരാണ്. ഓക്കെ, അപ്പൊ പേര് വെച്ചിട്ട് നമുക്ക് പറയാനുള്ള ഡിഫിക്കൽട്ടി കാരണം നമ്മൾ പേജിങ്ങിനകത്ത് നമ്മൾ പേജസിന്റെ നമ്പർ കൊടുക്കുന്നത് പോലെ തന്നെ ഈ സെഗ്മെന്റ്സിന് നമ്മൾ പേര് മാറ്റി നമ്പർ കൊടുക്കും. ഓക്കെ, പേര് മാറ്റിയിട്ട് നമ്മൾ എന്താണ് പകരം നമ്പറിങ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ ഞാൻ പറയും സെഗ്മെന്റേഷനകത്ത് ലോജിക്കൽ അഡ്രസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെഗ്മെന്റ് നമ്പർ ആൻഡ് ഓഫ്സെറ്റ്. ഓക്കെ, ഇനി വാട്ട് അബൌട്ട് ദ ഓഫ്സെറ്റ്? ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഈ ഓരോ സെഗ്മെന്റിലും ഉള്ള ഓരോ ലൈൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അതായത് ഞാൻ പറയാണ് മെയിൻ പ്രോഗ്രാമിനകത്ത് 5ാമത്തെ ഓഫ്സെറ്റ്. ഓക്കെ, എന്ന് വെച്ചാൽ എന്താ, മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്ന ആ ഒരു സെഗ്മെന്റിൽ 5ാമത്തെ ഓഫ്സെറ്റിനകത്താണ് ഞാൻ ഉദ്ദേശിക്കുന്ന വാല്യൂ. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റാക്കിനകത്ത് 10ാമത്തെ ഓഫ്സെറ്റ്. അങ്ങനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റുമല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ പ്രോഗ്രാമിന് അല്ലെങ്കിൽ സെഗ്മെന്റിന് പേര് മാറ്റിയിട്ട് പകരം എന്ത് പറയും, സെഗ്മെന്റിന്റെ നമ്പർ പറയും. ഓക്കെ, അപ്പൊ നമുക്ക് പറയാം സെഗ്മെന്റേഷനകത്ത് സെഗ്മെന്റ് ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ഈസ് കൺസിസ്റ്റ് ഓഫ് 2 ട്യൂപ്പിൾ. എന്തൊക്കെയാണ്, സെഗ്മെന്റ് നമ്പർ പ്ലസ് ഓഫ്സെറ്റ്. സെഗ്മെന്റ് നമ്പറിന്റെയും ഓഫ്സെറ്റിന്റെയും കോമ്പിനേഷൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ഇനി സെഗ്മെന്റ് നമ്പർ എന്ന് പറഞ്ഞല്ലോ നമ്മുടെ സെഗ്മെന്റിന്റെ നമ്പറിംഗ് ആണ് 0, 1, 2, 3 എന്ന് പറയുന്നത്. ഇനി ഇതും കൂടെ നമ്മൾ ഓർത്ത് വെക്കട്ടോ. അതായത് നമ്മുടെ സെഗ്മെന്റ് ടേബിൾ പേജ് ടേബിളിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, പേജ് ടേബിളിനകത്ത് മെയിൻലി നമ്മൾ ഒരൊറ്റ എൻട്രി മാത്രമേ പറഞ്ഞുള്ളൂ അല്ലെ. ഏതായിരുന്നു ആ എൻട്രി, ഫ്രെയിമിന്റെ നമ്പർ ആയിരുന്നു അല്ലെ. ഇവിടെ ഇതാണ് സെഗ്മെന്റ്, നമ്മുടെ സെഗ്മെന്റ് ടേബിൾ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, സെഗ്മെന്റ് 0, 1, 2, 3 എന്ന് പറയുന്നത് നമ്മുടെ സെഗ്മെന്റിന്റെ നമ്പർ. അതായിരിക്കും നമ്മുടെ ഈ സെഗ്മെന്റ് ടേബിളിന്റെ ഇൻഡെക്സ് എന്ന് പറയാം. ഇതിനകത്ത് 2 വാല്യൂസ് ആണുള്ളത്, ഒന്ന് ലിമിറ്റ് വാല്യൂ, ഒന്ന് ബേസ് വാല്യൂ. ഓക്കെ, അതായത് സെഗ്മെന്റ് 0യുടെ ലിമിറ്റ് എന്ന് പറയുന്നത് 1400, ബേസ് എന്ന് പറഞ്ഞാൽ 1400 എന്ന് പറഞ്ഞാൽ വാട്ട്സ് ദ മീനിങ്, 0th സെഗ്മെന്റ്. ഓക്കെ, 0th സെഗ്മെന്റ് ഫിസിക്കൽ മെമ്മറിയിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യും, ബേസിൽ സ്റ്റാർട്ട് ചെയ്യും. 1400 സ്റ്റാർട്ട് ചെയ്യും. 1400 സ്റ്റാർട്ട് ചെയ്തിട്ട്
എത്രയായിരിക്കും അതിന്റെ ലെന്ത്? ആ ഒരു സെഗ്മെന്റിന്റെ ലെന്ത് ആണ് നമ്മൾ ലിമിറ്റ് ആയിട്ട് പറയാം. അല്ലെങ്കിൽ എന്തെന്ന് പറയാം? ഒരു സെഗ്മെന്റിന്റെ ലെന്ത് എന്ന് പറഞ്ഞാൽ എന്താ? ആ സെഗ്മെന്റിന്, അതായത് ഒരു സെഗ്മെന്റിന് 10 ആണ് ലെന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഓഫ്സെറ്റ് എവിടെ തൊട്ട് എവിടം വരെ ആയിരിക്കും? ഒരു സെഗ്മെന്റിന്റെ ലെന്ത് എന്ന് പറയുന്നത് 10, അതായത് 10 ലൈൻ ആണ് ഒരു സെഗ്മെന്റിൽ ഉള്ളതെങ്കിൽ അതിന്റെ ഓഫ്സെറ്റ് എവിടെ തൊട്ട് എവിടം വരെ ആയിരിക്കും? 0 to 9 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ലിമിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്താണ്? ആ പേജിന്റെ സൈസ്, അല്ലെങ്കിൽ സെഗ്മെന്റിന്റെ സൈസ് ആണ്. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റിന്റെ സൈസ് ആണ്. അതായത് ഞാൻ പറയും 0th സെഗ്മെന്റിന്റെ ഓഫ്സെറ്റ് എവിടെ തൊട്ട് എവിടം വരെ ആയിരിക്കും? 0 മുതൽ 1399 വരെ വാലിഡ് ഉള്ളൂ. ഓക്കെ, ആ സെഗ്മെന്റ് 0 ഫിസിക്കൽ മെമ്മറിയിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? 1400 സ്റ്റാർട്ട് ചെയ്യും. ബേസ് വാല്യൂ എന്ന് പറയുന്നത് ആ സെഗ്മെന്റ് ഫിസിക്കൽ മെമ്മറിയിൽ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ലിമിറ്റ് എന്ന് പറയുന്നത് ആ സെഗ്മെന്റിന്റെ ലെന്ത്. ഓക്കെ, ഇനി സെഗ്മെന്റ് 1 6200 സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ അകത്ത് എത്ര ലൈൻസ് ഉണ്ടാവും? 400 ലൈൻസ് ഉണ്ടാവും. അതായത് 0 മുതൽ 399 വരെ ഓഫ്സെറ്റ് ഉണ്ടാവും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ സെഗ്മെന്റ് ടേബിൾ ഇരിക്കുക. ഓക്കെ, സെഗ്മെന്റ് ടേബിളിനകത്ത് 2 വാല്യൂസ് ആണുള്ളത്. എന്തൊക്കെയാണ്? ലിമിറ്റ് വാല്യൂ ഉണ്ടാവും, ബേസ് വാല്യൂ ഉണ്ട്. ബേസ് വാല്യൂ എന്ന് പറയുന്നത് ആ സെഗ്മെന്റ് എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതും, ലിമിറ്റ് എന്ന് പറയുന്നത് ആ സെഗ്മെന്റിന്റെ ലെന്തുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി സെഗ്മെന്റ് ബേസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ സെഗ്മെന്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതാണ് ഞാനിപ്പോ പറഞ്ഞിട്ടോ. ലിമിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഹാർഡ്വെയർ ഡയഗ്രാം പഠിക്കണം. ഇവിടെ CPU ജനറേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് CPU ജനറേറ്റ് ചെയ്യുന്ന അഡ്രസ് എന്ന് പറയുന്നത് നമ്മുടെ ലോജിക്കൽ അഡ്രസ്. ലോജിക്കൽ അഡ്രസ് എന്ന് പറയുന്നത് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെഗ്മെന്റ് നമ്പർ പ്ലസ് ഓഫ്സെറ്റ്. ഓക്കെ, SDM. ഓക്കെ, ഇനി ഇവിടുത്തെ കണ്ടീഷൻ എന്താന്ന് വെച്ചാൽ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഫ്സെറ്റ്. അതെന്ന് പറയുന്നത് എന്തിനേക്കാളും ചെറുതായിരിക്കണം. വാട്ട്സ് ദ കണ്ടീഷൻ? ഡി എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ആണ്. നമ്മൾ പറഞ്ഞു ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ലിമിറ്റിനകത്ത് വാല്യൂ 400 ആണെങ്കിൽ ഓഫ്സെറ്റ് എവിടം വരെ വരാവുള്ളൂ? 399 വരെ വരാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഈ ഓഫ്സെറ്റിന്റെ അവിടെ നിന്ന് ഒരു ഡിസിഷൻ ബോക്സിനകത്തേക്ക് വരച്ചിരിക്കുന്നുണ്ടാവും. അവിടെ ഡിസിഷൻ ബോക്സിൽ ഏതൊക്കെ വാല്യൂസ് കമ്പയർ ചെയ്യുന്നത് നോക്കിക്കേ. നമ്മുടെ സെഗ്മെന്റ് ടേബിളിൽ നിന്നും ലിമിറ്റിന്റെ വാല്യൂ എടുത്തേക്കുന്നുണ്ടോ? ലിമിറ്റിന്റെ വാല്യൂ എടുത്തിട്ട് ചെക്ക് ചെയ്തേക്കുവാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ ലിമിറ്റ് ആണോ? ലെസ് ആവണല്ലോ, എന്നാലല്ലേ വാലിഡ് ആവത്തുള്ളൂ. ലിമിറ്റിനേക്കാളും ചെറുതായിരിക്കണം നമ്മുടെ ഓഫ്സെറ്റ്. നമ്മുടെ ലോജിക്കൽ അഡ്രസ്സിനകത്തുള്ള ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ലിമിറ്റിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സെഗ്മെന്റ് ടേബിളിനകത്ത് നിന്നുള്ള ബേസ് അഡ്രസ് ഉണ്ട്. ബേസ് അഡ്രസ് എന്ന് പറയുന്നത് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണല്ലോ. ആ ബേസ് അഡ്രസ് എടുക്കുക, അതിന്റെ കൂടുതൽ ഇവിടുന്ന് വരുന്ന ഓഫ്സെറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടുത്തെ ഫിസിക്കൽ അഡ്രസ് ആണ് കേട്ടോ. ഈ ബ്ലൂ ഷെയ്ഡ് കാണിച്ചിരിക്കുന്ന അങ്ങോട്ട് വരുന്നത് എന്താണ്? ഫിസിക്കൽ അഡ്രസ്. പിടിയോ? ഇനി നമ്മൾ കൊടുക്കുന്ന ഓഫ്സെറ്റ് എന്ന് പറയുന്നത് ലിമിറ്റ് രജിസ്റ്ററിനേക്കാളും വലുതാണെങ്കിൽ എന്തായിരിക്കും? ലെസ് അല്ലെങ്കിൽ നോ കൊടുത്തിരിക്കുന്ന നോക്കിക്കേ, ട്രാപ്പ് ഒരു എററാണ് കേട്ടോ. അതായത് ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു എററാണ്. അതായത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്നാണ് പറയാം. അതായത് ഈ ഓയിസിന് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ എറർ വന്നു കഴിഞ്ഞാൽ ഓയിസ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അത് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. അതായത് ഇപ്പൊ ഇവിടെ അത് തന്നെയാണ് മീൻ ചെയ്യുന്നത്. നമ്മൾ കൊടുക്കുന്ന ഓഫ്സെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലിമിറ്റ് വാല്യൂവിനേക്കാളും വലുതാണെങ്കിൽ അതിന്റെ അർത്ഥം അത് ഇൻവാലിഡ് ആണ്, അത് എറർ ആണ്, എറർ മെസ്സേജ് ആയിട്ട് ഓയിസിന് പോകണം. ഓക്കെ, ഈ ട്രാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല, അൺഅവോയ്ഡബിൾ ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ പറയാം ട്രാപ്പ് നോൺ മാസ്കബിൾ ഇന്ററപ്റ്റ് എന്നാണ് പറയാം. ഇന്ററപ്റ്റ് എന്ന് പറയുന്നത് മാസ്കബിൾ ആവാം, നോൺ മാസ്കബിൾ ആവാം. നമ്മൾ 4th മൊഡ്യൂളിൽ പഠിക്കും. ഓക്കെ, മാസ്കബിൾ ആവാം, നോൺ മാസ്കബിൾ ആവാം. ഓക്കെ, അപ്പൊ ഈ ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു നോൺ മാസ്കബിൾ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ട്രാപ്പ് വന്നു കഴിഞ്ഞാൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് പ്രോസസ് ആണെങ്കിലും അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഓഫ്സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ലിമിറ്റിനേക്കാളും ചെറുതായിരിക്കണം. ലിമിറ്റിനേക്കാളും ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിസിക്കൽ അഡ്രസ് ബേസ് അഡ്രസ്സിന്റെ കൂടുതൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ മെയിൻ പ്രോഗ്രാമിനെ നമ്മൾ രണ്ടാമത്തെ സെഗ്മെന്റ് നമ്പർ കൊടുത്തിരിക്കുന്നുണ്ടോ? സെഗ്മെന്റ് 2, സെഗ്മെന്റ് 4, സെഗ്മെന്റ് 3, സെഗ്മെന്റ് 0, സെഗ്മെന്റ് 1. ഓക്കെ, ഇനി ഇതിന്റെ അകത്ത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ലിമിറ്റ് വാല്യൂ തന്നിട്ടുണ്ട്, ബേസ് അഡ്രസ് തന്നിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് നമ്മളോട് ക്വസ്റ്റിനകത്ത് ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയുമോ? ക്വസ്റ്റിനകത്ത് ചോദിക്കുക 1,132 1,132 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫിസിക്കൽ അഡ്രസ്സാ ചോദിക്കുക. എത്രയായിരിക്കും? 1,132 എന്നായിരിക്കും നമുക്ക് തരുന്ന ലോജിക്കൽ അഡ്രസ്. അതിന്റെ അർത്ഥം ഒന്നാമത്തെ സെഗ്മെന്റ് 0, സെഗ്മെന്റ് 1.
അതിന്റെ അകത്ത് എത്രാമത്തെ ലൈൻ ആയിരിക്കും? 132ാമത്തെ ലൈൻ എവിടെയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. 6432. അതായത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സെഗ്മെന്റ് 1 തന്നിരിക്കുന്നതുകൊണ്ട് സെഗ്മെന്റ് 1 ആണെന്നാണ് അർത്ഥം. ഓക്കെ, 1 എന്ന് പറയുന്നത് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക? 6300 സ്റ്റാർട്ട് ചെയ്യും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓഫ്സെറ്റ് എത്രയായിരിക്കും? 132. അപ്പൊ എന്ത് ചെയ്യുക? 6300ന്റെ കൂട്ടത്തില് 132 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6432 എന്ന് കിട്ടും. ഓക്കെ, ഇനി വേറെണ്ണം പറയാം. 3,500. 3,500. യെസ്, 3700 ആയിരിക്കും ഫിസിക്കൽ അഡ്രസ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ചല്ലോ. ഈ വേറെണ്ണം പറയാം. 2,600. യെസ്, ഇൻവാലിഡ് ആയിരിക്കും. കാരണം 2വിനകത്ത് ആകെ സൈസ് 400 ഉള്ളൂ. പിന്നെ 600ാമത്തെ ലൈൻ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് സെഗ്മെന്റേഷനകത്ത് നമ്മൾ ലോജിക്കൽ അഡ്രസ് ഫിസിക്കൽ അഡ്രസ് കാൽക്കുലേറ്റ് ചെയ്യുക. മറ്റേ പേജിങ്ങിനകത്ത് മാറിപ്പോകരുത്. പേജിങ്ങിനകത്ത് നമുക്ക് ലിമിറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല. എന്താണ്? ഫ്രെയിം നമ്പറേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ എന്ത് ചെയ്യുക? ഫ്രെയിം നമ്പർ ഇൻറ്റു പേജ് സൈസ് പ്ലസ് ഓഫ്സെറ്റ് ആയിരിക്കും അവിടെ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ലിമിറ്റിന്റെ വാല്യൂ ലെസ് ദാൻ ഓഫ്സെറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ബേസ് രജിസ്റ്ററിന്റെ വാല്യൂവിന്റെ കൂടുതൽ എന്ത് ചെയ്യുക? ഓഫ്സെറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ അഡ്രസ് കിട്ടും. രണ്ടും കിട്ടിയല്ലോ അല്ലെ? പേജിങ്ങിനകത്ത് സെഗ്മെന്റേഷൻ എങ്ങനെയാണ്?